നമുക്ക് കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇങ്ങനത്തെ തോടുള്ള കടല എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ ചെറുതിലൊക്കെ ഉത്സവപ്പറമ്പിലൊക്കെ കാണൂലേ, അപ്പോൾ ഇങ്ങനത്തെ കടല അല്ലെങ്കിൽ മണിമണിയായിട്ട് ഒരു കടല പൊളിച്ചായാലും ചിലപ്പോൾ 2 പണിയൊന്നും ഉണ്ടാവില്ല, ഒരു പണിയേ ഉണ്ടാവും, ചിലപ്പോൾ കേടുമായിരിക്കും കേട്ടോ. ഇപ്പോൾ അത് കൈ കിട്ടിയെങ്കിൽ ഭയങ്കര സന്തോഷം. പ്രിവേട്ടിൻ്റെ ഒരു കൂട്ടുകാരെ കൊണ്ട് കൊടുത്താണേ. അപ്പോൾ അത് വേഗം ഞങ്ങൾ വൈകുന്നേരം വറുത്തെടുക്കാമെന്ന് വെച്ചാൽ മക്കൾക്ക് തോന്നുന്നു ഞാൻ ഈ തൊലുള്ള കടല തീരെ കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാട്ടോ കിട്ടുന്നത് തോലോടെ. അപ്പോൾ ഞാൻ വേഗം വറുത്തെടുത്തിട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വേഗം വറുത്തെടുത്ത് നല്ലോണം വറുത്ത് തോല് നല്ലോണം ഇങ്ങനെ നല്ല ഉണങ്ങുന്ന മാതിരി വറുത്തെടുക്കണം കേട്ടോ, എന്നാലും നല്ല ഉള്ളിൽ നല്ല വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ വേഗം തന്നെ വറുത്തെടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കടല. അപ്പോൾ അന്നത്തെ കഴിച്ചതിൻ്റെ ഒരു രുചി അറിയുന്നതിനെ കൊണ്ട് വേഗം തന്നെ ഞാൻ വറുത്തെടുത്തിട്ട്. അപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ട് ഇത് ഉപ്പൊക്കെ ഉണ്ടാവും അമ്മ അങ്ങനെ വറുത്താലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉപ്പൊന്നും വേണ്ട, എങ്ങനെ കഴിക്കാൻ നല്ല രസം ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വേഗം വറുത്തെടുത്ത് എനിക്ക് തന്നെ ഉണ്ട് നല്ല കൊതി. അപ്പോൾ ഞാൻ വേഗം നല്ല ചൂടോടെ, പക്ഷേ തണുത്താലേ നല്ല ഉറപ്പ് വരും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് ഞാൻ തന്നെ ആദ്യം പൊളിച്ചെടുത്ത് ചൂടോടെ വായൊക്കെ പൊള്ളുന്നുണ്ട്, നല്ല ചൂടുണ്ടായിനെ. അപ്പോൾ ഞാൻ കുറച്ച് വേഗം പൊളിച്ചെടുത്ത് അതിൽ പകുതിയും ചിലതിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇത് നല്ല രസം, അങ്ങനെ നല്ല മഴയത്തൊക്കെ ചൂടുള്ള നല്ല കട്ടൻ ചായ ഇതിങ്ങനെ പെറുക്കി തിന്നാൽ നല്ല രസം. വെറുതെ ആണെങ്കിൽ ഇങ്ങനെ പെറുക്കി തിന്നാൽ നല്ല രസം കേട്ടോ. പിന്നെ ചൂട് തണിഞ്ഞപ്പോൾ അവരെടുത്തങ്ങ് വെച്ച് നോക്കും, പിന്നെ അവരങ്ങായിട്ടോ പൊളിച്ച് അവരങ്ങ് തിന്നു കേട്ടോ. നല്ല രുചിയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു, അടുത്ത വീഡിയോയിൽ കാണാം.